നമസ്കാരം. ചൈനയിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ സിജുവാൻ പ്രവിശ്യയിലെ ഹോങ്ജി ബ്രിഡ്ജ് ഭാഗികമായി തകർന്നതിൽ അന്വേഷണം ആരംഭിച്ചു. മധ്യ ചൈനയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ ഭാഗമായ 758 മീറ്റർ നീളമുള്ള ഈ പാലം വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച അടച്ചിരുന്നു. ചരിഞ്ഞ പർവ്വത മേഖലയിലെ ഭൗമപരമായ അസ്ഥിരതയാണ് പാലം തകരാൻ കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ സംഭവത്തിന് കാരണമായോ എന്ന് കണ്ടെത്താൻ വിശദമായ സാങ്കേതിക അന്വേഷണം നടന്നുവരികയാണ്. നവംബർ 11 നടന്ന സംഭവത്തിൽ ടൺ കണക്കിന് കോൺക്രീറ്റ് നദിയിലേക്ക് പതിച്ചിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അപകടത്തിൽ ആരും മരിച്ചതായി റിപ്പോർട്ടില്ല. മാൽക്കങ് നഗരത്തിലെ ഹോങ്ജി പാലം സ്ഥിതി ചെയ്യുന്ന ദേശീയപാതയുടെ വലത് കരയിൽ തിങ്കളാഴ്ച വൈകുന്നേരം പ്രാദേശിക സമയം 5:25 അപകട മുന്നറിയിപ്പിനെ തുടർന്ന് അധികൃതർ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയിരുന്നു. ഷുവാങ് ജിയാങ്കു ഹൈഡ്രോ പവർ സ്റ്റേഷന് സമീപം 625 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ പാലം സിജുവാനെയും ടിബറ്റൻ പീഠഭൂമിയെയും ബന്ധിപ്പിക്കുന്നത് എളുപ്പമാക്കാൻ ഈ വർഷം ആദ്യം നിർമ്മിച്ചതാണ്. സെപ്റ്റംബറിലാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പാലം തകർന്നതിനെ തുടർന്ന് അധികൃതർ പ്രദേശം അടച്ചുപൂട്ടിയിട്ടുണ്ട്. ദേശീയപാത എപ്പോൾ തുറക്കുമെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം പാലം തകരുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വീഡിയോയ്ക്ക് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. നിർമ്മാണത്തിലെ വേഗത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്ന പോലെ അത്ര വലിയ കാര്യമല്ല. അവർ ഒരുപക്ഷെ എഞ്ചിനീയർമാരെയും പ്രോജക്ട് മാനേജർമാരെയും കമ്പനി ഉടമകളെയും പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ച ചില CCP നേതാക്കളെയും വധിച്ചേക്കാം. ഒരു ഉപയോക്താവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇതൊരു പാലം തകർച്ച എന്നതിലുപരി ഒരു മണ്ണിടിച്ചിൽ പോലെയാണ് തോന്നുന്നത്. പാലത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് മറ്റൊരു ഉപയോക്താവും അഭിപ്രായപ്പെട്ടു. ചൈനയുടെ പടിഞ്ഞാറൻ മലയോര മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വെല്ലുവിളികളിലേക്കാണ് സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ഭൂകമ്പ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയുമുള്ള പ്രദേശങ്ങളിലാണ് ദ്രുതഗതിയിലുള്ള വികസനം നടക്കുന്നതെന്ന് മൂന്നാമതൊരാൾ പ്രതികരിച്ചു. സമീപത്തെ ചരിവുകളിലും റോഡുകളിലും വിള്ളലുകൾ കണ്ടെത്തിയതിനെയും അടുത്തുള്ള മലയിൽ ഭൂപ്രദേശത്തിന് മാറ്റങ്ങൾ സംഭവിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പാലം അടച്ചിരുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ മുൻകരുതൽ നടപടികൾക്കിടയിലും ചൊവ്വാഴ്ച സ്ഥിതി കൂടുതൽ വഷളാവുകയും 758 മീറ്റർ നീളമുള്ള പാലത്തിന്റെ ഒരു ഭാഗവും സമീപ റോഡുകളും തകരുകയുമായിരുന്നു.